റേഡിയോകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് പലതരത്തിലുള്ള റേഡിയോ ചാനലുകൾ നമുക്ക് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിലും ഒക്കെ ലഭ്യമാണ്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് കുറച്ച് ചാനലുകളൊക്കെ മിക്കവാറും എല്ലാ ആപ്ലിക്കേഷനിലും കണ്ടുവരാറുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വളരെ രസകരമാണ് അത് ഉപയോഗിക്കാൻ എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഒരു 3D ഇമേജ്, ഒരു ഗ്ലോബിന്റെ ഷേപ്പിലുള്ള ഒരു 3D അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പല രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ റേഡിയോകൾ ശ്രവിക്കാവുന്നതാണ്. അതായത് ഏകദേശം ഒരു 40,000 ചാനലുകൾ വരെ നമുക്ക് അതിനകത്ത് ലഭ്യമാണ്. പല രാജ്യത്തുള്ള മലയാളം ചാനലുകളുണ്ട്, പല രാജ്യത്തുള്ള ഹിന്ദി ചാനലുകളുണ്ട്, അതുപോലെ തന്നെ അവരുടെ തന്നെ പല രാജ്യങ്ങളിലെ അവരുടേതായിട്ടുള്ള ലാംഗ്വേജുകളിലുള്ള ചാനലുകൾ എല്ലാം തന്നെ ഒരൊറ്റ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ലഭ്യമാണ്. അതായത് 40,000 ചാനലുകൾ നമുക്ക് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭ്യമാണ്. എന്നാണെങ്കിലും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം സെർച്ച് ബട്ടണിൽ നമുക്ക് റേഡിയോ ഗാർഡൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാവുന്നതാണ്. താഴെ ഈ കാണുന്നതാണ്, രണ്ടാമതായിട്ട് കാണുന്നതാണ് റേഡിയോ ഗാർഡൻ. അത് ഞാൻ ഓപ്പൺ കൊടുത്തു. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതിന് ഞാൻ ഓപ്പൺ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓപ്പൺ ആക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരും. ഞാനിപ്പോൾ ഓൾറെഡി ഓപ്പൺ ആക്കി നേരത്തെ വെച്ചിരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലോബ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഗ്ലോബാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നമ്മളിങ്ങനെ സൂം ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു തിരു റേഡിയോ ഇപ്പൊ നമുക്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ അടുത്തൊരു കൊടൈക്കനാൽ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ ജസ്റ്റ് വേറെ റേഡിയോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് സൂം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്നതെല്ലാം നമുക്ക് ഓരോ സ്റ്റേഷനുകളാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു വൈറ്റ് കളർ ആകുന്നു. ആ വൈറ്റ് കളർ ആകുമ്പോൾ നമുക്ക് ഉറപ്പിക്കുക ആ സ്റ്റേഷനാണ് പ്ലേ ആകുന്നത്. അതുപോലെ തന്നെ ആ സ്റ്റേഷന്റെ പേര് ഇതിപ്പോ തൊടുപുഴ സ്റ്റേഷനാണ്. ആ സ്റ്റേഷൻ ഇപ്പൊ ബന്ദാണ്. അതിപ്പം ഞാൻ ഈ വിളിക്കുന്ന രാത്രിയിലെ ടൈം ആയതുകൊണ്ട് അതിപ്പോ വർക്കിംഗ് അല്ല. സ്റ്റേഷൻ ഓഫാണ്. വണ്ടിപ്പെരിയാർ ഇന്ത്യ അല്ല, അതിപ്പോ നമുക്ക് ഓപ്പൺ ആണ്. അപ്പൊ അവിടെ വൈറ്റ് ആയി. അങ്ങനെ ഓരോ സ്റ്റേഷനിലും നമുക്ക് ഏത് സ്റ്റേഷനാണോ പ്ലേ ചെയ്യുന്നത് അത് നമുക്ക് ഈ വൈറ്റ് കളറിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ സെർച്ച് ബാറിൽ നമുക്ക് അതുപോലെ നമുക്ക് ഈ സെർച്ച് ബാറിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇപ്പൊ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ചാനലുകൾ വേണം. ഇപ്പൊ മലയാളം ചാനലുകൾ നമുക്ക് വേണം. മലയാളം മ്യൂസിക് ചെന്നൈ അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പ്ലേ ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ മലയാളം ക്രിസ്ത്യൻ റേഡിയോ, ഇനിയും യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് റേഡിയോ മലയാളം ട്രിവാൻഡ്രം, അങ്ങനെ പലതരത്തിലുള്ള റേഡിയോകൾ നമുക്കിവിടെ ലഭ്യമാണ്. ഡിവോഷണൽ ആയിട്ടുള്ള ചാനലുകൾ നമുക്ക് ലഭ്യമാണ്. അല്ലാതെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി അങ്ങനെ പ്രത്യേക ചാനലുകളെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ മാത്രമല്ല, അതുപോലെ തന്നെ എല്ലാ കൺട്രികളിലും എല്ലാ രാജ്യത്തെയും ചാനലുകൾ, അതായത് മലയാളം ചാനലുകൾ, ഹിന്ദി ചാനലുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചാനലുകൾ, ഏത് ഭാഷയിലുള്ള ചാനലുകൾ വേണമെങ്കിലും ഇതിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് 40,000 ചാനലുകളാണ് ഇതിലൂടെ അവർ ലഭ്യമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ രസകരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നമുക്ക് വളരെ യൂസ് ചെയ്യുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഗ്ലോബിനുള്ളിൽ ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആക്സസ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കൺട്രി മെയിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ എടുക്കേണ്ടി നമുക്ക് അങ്ങനെ എടുക്കാം. എന്താണെങ്കിലും വളരെ രസകരമായ ഒരു ആപ്ലിക്കേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.